വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്ന് ഒരു പുതിയ പ്രോഗ്രാം സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണിക്ക് ഇതേ ചാനലിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വാച്ച് ചെയ്യാവുന്നതാണ്. ഈ പ്രോഗ്രാമിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന സന്ദേശങ്ങൾ, അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ ഒരു കൊച്ചു കൊച്ചു ബിസിനസ്സോ ഓൺലൈൻ സ്റ്റോറോ എന്തും ആയിക്കോട്ടെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. പരിശുദ്ധാത്മാവ് ലോകത്തിൽ ആർക്കുമില്ലാത്ത ചില കോൺസെപ്റ്റുകൾ, ഐഡിയകൾ കർത്താവ് തരും. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ, മറ്റുള്ളവരിൽ മാത്രം ഒന്ന് ആശ്രയിക്കാതെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം. ഇത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിയും. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നൊരു ഭയങ്കര അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. ദൈവം നമ്മളെ എത്രയധികമാണ് ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട്, ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ അനേക നാളുകളായിട്ട് മോർണിംഗ് ഗ്ലോറിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുവാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും കർത്താവിനെ കൂടുതൽ അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ച ഒരു കാര്യമാണ്. സകല മഹത്വവും മാനവും എല്ലാം കർത്താവിന് തന്നെ ഞങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ, ഒരു വെൽവിഷറാണ് എറണാകുളത്ത് നിന്ന്. 25 വർഷമായിട്ട് ബ്ലെസ്സിംഗ് ടുഡേയുമായിട്ടുള്ള ബന്ധത്തിൽ തനിക്ക് നിൽക്കാൻ കർത്താവ് കൃപ നൽകി. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഐക്യതയോടെ കുടുംബം മുഴുവൻ ദൈവരാജ്യത്തിൽ നിലനിൽക്കാൻ, വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യവും സംരക്ഷണം ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചില മീറ്റിങ്ങുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇന്നലെ അത് പറയാൻ വിട്ടുപോയി. ഇന്ന് വൈകുന്നേരം നമുക്ക് 7 മണിക്ക് 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേ എന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ്, 52 ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാനത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്ന. സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെയുള്ള ലൈവായിട്ട് നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമിലും അതിൻ്റെ ലൈവ് പ്രോഗ്രാം ഉണ്ട്. ദയവായി വാച്ച് ചെയ്യുക, പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, വലിയ അനുഗ്രഹം പ്രാപിക്കുക. അപ്പോൾ തന്നെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി ബാംഗ്ലൂരിൽ വയു ടൂർ നടക്കുകയാണ്. അതിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് വരാൻ സാധിക്കും. അവരുടെ ക്യാമ്പ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 4, 5 ഈ 2 ദിവസങ്ങളാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. പാസ്റ്റർ ഡാമിയൻ ആന്റണി അവിടേക്ക് വരികയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കടന്നു ചെല്ലണം. വലിയ വിടുതലുകൾ കർത്താവ് നൽകി തരാനായിട്ട് പോവുകയാണ്. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമ്മുടെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ 2000-ാമത്തെ മോർണിംഗ് ഗ്ലോറിയാണ്. എപ്പിസോഡ് നമ്പർ 2000. I think we need to celebrate. നിങ്ങളെ പറയാൻ വിട്ടുപോയി. നമ്മൾ തുടക്കം മുതലൊരു പരിപാടി ഉണ്ടായിരുന്നു. ഓരോ മൈൽ സ്റ്റോൺ എപ്പിസോഡിൽ വരുമ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിക്കുന്നു, അങ്ങനെയൊക്കെ. അത് വിശ്വസ്തമായി ചെയ്ത ഒരാളെ എനിക്കറിയാം. കൂർഗിൽ നിന്നുള്ള നമ്മുടെ പ്രേമജ ആൻറ്റി. എല്ലാ പ്രാവശ്യവും ഓരോന്നിനും, അതായത് മൈൽ സ്റ്റോൺ എപ്പിസോഡുകൾ, സ്പെഷ്യൽ നമ്പറുകൾ വരുന്ന സമയത്തൊക്കെ കേക്ക് മുറിക്കും, എനിക്ക് എൻ്റെ ഫോട്ടോ അയച്ചു തരും. സോ ഇന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. കർത്താവ് ഇതുവരെ എത്തിച്ചു. കൊറോണ കാലത്ത് ഗതികേട് കൊണ്ട് മറ്റ് നിർവാഹമില്ലാത്തത് കൊണ്ട് ആരംഭിച്ച ഒന്നാണ് മോർണിംഗ് ഗ്ലോറി. ദൈവകൃപയാൽ ഇതുവരെ പ്രഭാതത്തിൽ നമുക്കിങ്ങനെ കൂടാനും ദൈവവചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതായി, അണ്ണാക്കിനും മാധുര്യമുള്ളത് എന്നൊക്കെ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ വചനം പഠിക്കാൻ കർത്താവ് ഇതുവരെ സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അതിൽ നെതർലാൻഡ്സിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്നൊക്കെ പലരും ടെസ്റ്റ് മണി, ചിലർ ടെക്സ്റ്റ് മെസ്സേജായിട്ട് അയച്ചു, ചിലർ ഓഡിയോ മെസ്സേജായിട്ട് അയച്ചു, ചിലർ വീഡിയോ മെസ്സേജായിട്ട് അയച്ചു, സാക്ഷ്യങ്ങൾ അയച്ചു. മോർണിംഗ് ഗ്ലോറി ഡയറിയെക്കുറിച്ചുള്ള എൻ്റെ സാക്ഷ്യം ദൈവത്തിന് മഹത്വം. ഇത് ആക്ച്വലി ഇംഗ്ലീഷിലാണ് ലഭിച്ചത്. അത് സ്ക്രീനിൽ കാണിക്കാം. അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഞാൻ കന്യാകുമാരി ജില്ലയിലെ മെക്സ ആണ്
2025 ഡിസംബർ 28 ഞാൻ ബ്ലെസ്സിങ് ടുഡേ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ വന്നപ്പോൾ ഞായറാഴ്ചത്തെ ആരാധനയിൽ പങ്കെടുക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും അനുഗ്രഹീതമായ ആരാധനകളിൽ ഒന്നായിരുന്നു അത്. അന്നെനിക്ക് മോർണിംഗ് ഗ്ലോറിയെക്കുറിച്ച് അധികം അറിവുണ്ടായിരുന്നില്ല. എങ്കിലും ഞാനൊരു മോർണിംഗ് ഗ്ലോറി ഡയറി വാങ്ങി. അതായത് ഇറങ്ങുന്ന സമയമാണത്, അറിയാമല്ലോ. കഴിഞ്ഞ ഡിസംബറിൽ ലാസ്റ്റാണല്ലോ ഇത് റിലീസ് ചെയ്തത്. അന്ന് അതിനെന്നെ നയിച്ച ദൈവത്തോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ദൈവകൃപയാൽ ഒരു ദിവസവും മുടക്കാതെ ഞാൻ അതിലെഴുതിക്കൊണ്ടിരിക്കുന്നു. അതിലെ ആത്മീയ തത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അവസരം ലഭിക്കുമ്പോഴൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. വാവ്! ഡയറിയിലൂടെ ഞാൻ ഓരോ ദിവസവും ധ്യാനിക്കുന്ന ദൈവവചനം എൻ്റെ ജീവിതത്തെ ദിനം പ്രതി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യൂട്യൂബിൽ മോർണിംഗ് ഗ്ലോറി കാണുന്നതിനിടയിൽ ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി എന്ന പരമ്പരയും എനിക്ക് കാണാൻ കഴിഞ്ഞു. ആ പരമ്പരയിലൂടെ മനശ്ശെ, ദൈവം എൻ്റെ കഴിഞ്ഞ കാലം മറക്കാൻ എന്നെ സഹായിച്ചു എന്നും, എഫ്രൈം, ദൈവം എന്നെ ഫലമുള്ളവനാക്കി എന്നുമുള്ള പേരുകളിലൂടെ ദൈവം എന്നോട് വളരെ ആഴത്തിൽ സംസാരിച്ചു. ആ വചനങ്ങൾ അടിസ്ഥാനമാക്കി ഞാൻ പ്രാർത്ഥിച്ചു. അതിലൂടെ എൻ്റെ ആത്മീയ ജീവിതം അടുത്ത തലത്തിലേക്ക് ഉയർന്നു. കുശുമ്പില്ലെങ്കിൽ ഒരു ഹാലലൂയൊക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ഹാലലൂയ. ദൈവകൃപയാൽ എനിക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുകയും പിന്നീട് ജലസ്നാനവും സ്വീകരിക്കുകയും ചെയ്തു. ഒരു മോർണിംഗ് ഗ്ലോറി ഡയറിയിൽ തുടങ്ങിയ യാത്ര ഇന്ന് 5 നോട്ട്ബുക്കുകളായി വളർന്നു. മോർണിംഗ് ഗ്ലോറി കുറിപ്പുകൾ എഴുതുന്നതിനും ദൈവജനം ധ്യാനിക്കുന്നതിനും ബൈബിൾ ആഴത്തിൽ പഠിക്കുന്നതിനും അവ ഞാൻ ഉപയോഗിക്കുന്നു. ഈ ഡയറിയിലൂടെയാണ് പാസ്റ്ററുടെ മുമ്പത്തെ വെളിപാട്, എബ്രായർ, ഫിലിപ്പ്യർ, റോമാലേഖനം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നീ ബൈബിൾ പഠന പരമ്പരകളിലേക്ക് ഞാൻ എത്തിയത്. അവ പഴയ വീഡിയോകളായിരുന്നെങ്കിലും അവയിലൂടെ ഞാൻ വളരെയധികം പഠിക്കുകയും ദൈവവചനത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവ് വളരെയധികം ശക്തിപ്പെടുകയും ചെയ്തു. കൂടാതെ മോർണിംഗ് ഗ്ലോറിയിലെ അനേകം വിലപ്പെട്ട പഠന പരമ്പരകളിലൂടെയും ഞാൻ ധാരാളമായി അനുഗ്രഹിക്കപ്പെട്ടു. ദൈവജനം പഠിക്കാനുള്ള വിശപ്പും ആകാംക്ഷയും എനിക്ക് നൽകിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ വളർച്ചയുടെ ഉറച്ച അടിത്തറയായി ദൈവം ഉപയോഗിച്ചത് ഈ വിലപ്പെട്ട മോർണിംഗ് ഗ്ലോറി ഡയറിയാണ്. പാസ്റ്റർക്കും ബ്ലെസ്സിങ് ടുഡേ ടീമിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും അനേകരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ഈ ശുശ്രൂഷയെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മലയാളം സംസാരിക്കാൻ അത്ര പ്രാവീണ്യമില്ലാത്തതിനാൽ ഓഡിയോ ആയോ വീഡിയോ ആയോ അയക്കുന്നതിന് പകരം ഈ സാക്ഷ്യം ടെക്സ്റ്റ് സന്ദേശമായി പങ്കുവയ്ക്കുകയാണ്. ദയവായി മനസ്സിലാക്കിയതിന് നന്ദി. ഇനിയും നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെട്ടു? ഈ 2000ാമത്തേത് നടക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം മുതൽ ഈ 2000 എണ്ണവും കൃത്യമായി കണ്ട് നോട്ട് ചെയ്തവർ കാണും. എന്നാൽ ചിലർ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തവരാണ്. നോ പ്രോബ്ലം. നിങ്ങൾ എത്ര കണ്ടു, എത്ര എണ്ണം കണ്ടു, നിങ്ങൾക്കെങ്ങനെ പ്രയോജനപ്പെട്ടു, എന്തെങ്കിലും മിറക്കിൾസ് നടന്നോ, വചനം കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചോ, റെവലേഷൻസ് ലഭിച്ചോ, എങ്ങനെ ഇത് പ്രയോജനപ്പെട്ടു എന്നുള്ള സാക്ഷ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് അയക്കാം. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തന്നെ ടൈപ്പ് ചെയ്തിടാം. ഇന്നത്തേതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓഡിയോ മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ വീഡിയോ മെസ്സേജോ ഒക്കെ റെക്കോർഡ് ചെയ്ത് ഒക്കെ അയക്കാം. ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറുള്ളവർക്ക് അതിലേക്ക് അയക്കാം. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് 2000ാമത്തെ എപ്പിസോഡിൽ ഓഗസ്റ്റ് 18 ട്യൂസ്ഡേ, ഇന്നത്തെ ഫോക്കസ് വേർഡ് ക്രിയേറ്റീവ് വിസ്ഡം, ക്രിയാത്മക ജ്ഞാനം, ക്രിയാത്മകമായ ജ്ഞാനം. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് Exodus 35:35. He filled them with wisdom of heart to work all manner of work. മലയാളത്തിൽ ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ ഫുൾ അതൊരു ആ വചനത്തിൻ്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ വായിക്കുമ്പോൾ മൊത്തം വായിക്കാൻ പോകാം. കൊത്തുപണിക്കാരൻ്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും ഏത് തരം ശില്പവേല ചെയ്യുന്നവരുടെയും കൗശലപ്പണികൾ സങ്കല്പിച്ച് ഉണ്ടാക്കുന്നവരുടെയും. ഇനിയാണ് ഇന്നത്തെ
പോഷൻ വരുന്നത്. സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ യഹോവ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇതാണ് പുറപ്പാട് 35. ഡെക്ലറേഷൻ നോക്കുക. ദ ഹോളി സ്പിരിറ്റ് ഇൻസ്പയർസ് ക്രിയേറ്റിവിറ്റി ഇൻ മീ ടുഡേ. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ ക്രിയാത്മകത കൊണ്ട് ക്രിയാത്മകതയാൽ പ്രചോദനം നൽകുന്നു. മൈ ഐഡിയാസ് റിഫ്ലക്റ്റ് ഹെവൻസ് ഒറിജിനാലിറ്റി. എൻ്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് സ്വർഗത്തിൻ്റെ തനിമയെ ആണ്. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിക്കണേ. ക്രിയേറ്റീവ് വിസ്ഡത്തെക്കുറിച്ച്, ക്രിയാത്മക ജ്ഞാനത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആ പേജിൽ ദയവായി എഴുതുക. നമ്പർ 1, ഒന്നാമത്തെ പോയിൻ്റ്, ക്രിയേറ്റിവിറ്റി ഈസ് റൂട്ടഡ് ഇൻ ദ നേച്ചർ ഓഫ് ദ ക്രിയേറ്റർ. സ്രഷ്ടാവിൻ്റെ സ്വഭാവത്തിൽ, പ്രകൃതത്തിൽ വേരൂന്നിയതാണ് ക്രിയാത്മകത. അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്ററിൻ്റെ, സ്രഷ്ടാവിൻ്റെ അകത്താണ് അതിൻ്റെ വേരുകളുള്ളത്. ദ ബൈബിൾ ഓപ്പൺസ് വിത്ത് ഗോഡ് ക്രിയേറ്റിംഗ്, അല്ലേ? ബൈബിൾ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്? ദൈവം, അല്ലേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്ററിനെയാണ് തുറക്കുമ്പോൾ തന്നെ ആദ്യത്തെ വചനത്തിൽ കാണുന്നത്. എന്ന് മാത്രമല്ല, അതിനുശേഷം സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഓരോ ദിവസത്തെ സൃഷ്ടിപ്പിന് ശേഷം എവറിത്തിങ് ബ്യൂട്ടിഫുൾ, എവറിത്തിങ് ഓർഡർലി ആൻഡ് പേർപ്പസ്ഫുൾ ഇൻ ക്രിയേഷൻ. ഇതെല്ലാം, എവറിത്തിങ് ഫ്രം ദിസ് ക്രിയേഷൻ ഈസ് പോയിൻറ്റിങ് ടു ഹിം, ദ ക്രിയേറ്റർ, ഇൻ ഹൂം വി ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ആ സൃഷ്ടിപ്പിൻ്റെ വർണ്ണനയിൽ തന്നെ, ആ നെററ്റീവിൽ തന്നെ നമുക്ക് കാണാമല്ലോ എല്ലാ തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയും അവനകത്തുള്ളത് കൊണ്ട് എല്ലാം ഭംഗിയായി സൃഷ്ടിച്ചു. എല്ലാം അതതിൻ്റെ തരത്തിൽ ഓർഡറിൽ സൃഷ്ടിച്ചു. ഗോളങ്ങളെടുത്താൽ അതിന് ഓർബിറ്റുകളുണ്ട്. ഓരോ സൃഷ്ടിക്കപ്പെട്ട മെറ്റീരിയൽ എടുത്താൽ അതിനകത്ത് മോളിക്യൂൾസും, അതിനകത്ത് ആറ്റംസും, ആറ്റംസിനകത്ത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, പോസിട്രോൺ തുടങ്ങിയ കാര്യങ്ങളും, ന്യൂക്ലിയസും ഓർബിറ്റുകളും എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എവറിത്തിങ് ഹാസ് എൻ ഓർഡർ, എവറിത്തിങ് ഹാസ് എ സിസ്റ്റം, ആൻഡ് എവറിത്തിങ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ദൈവം തന്നെ പറഞ്ഞു, മനോഹരമായിരിക്കും. ദിസ് ഇസ് ബ്യൂട്ടിഫുൾ, ദിസ് ഇസ് ബ്യൂട്ടിഫുൾ, ദിസ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന രീതിയിലാണ് സൃഷ്ടിപ്പ് നടക്കുന്നത്. സിൻസ് വി ആർ മെയ്ഡ് ഇൻ ഗോഡ്സ് ഇമേജ്, He has also given us the ability to imagine, design, solve problems and create. ഇനിയാണ് കാര്യത്തിലോട്ട് കയറുന്നത്. നമ്മെ അവൻ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് അവൻ്റെ നേച്ചറിൽപ്പെട്ട ഒന്നാണ് ക്രിയേറ്റിവിറ്റി. അതിനകത്ത് ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്, അതായത് ഇമാജിനേഷൻ, ഡിസൈൻ ചെയ്യാനുള്ള, രൂപകൽപ്പന ചെയ്യുക, വിഭാവന ചെയ്യുക, അതുപോലെ പ്രശ്നങ്ങൾ വന്നാൽ അതിനെ ടാക്കിൾ ചെയ്യുക, പരിഹരിക്കുക, സൃഷ്ടിക്കുക. ഇതെല്ലാം മനുഷ്യനും ദൈവം പകർന്നു നൽകി. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? സ്രഷ്ടാവിൽ നിന്നാണ് ക്രിയേറ്റിവിറ്റി വരുന്നത്, ക്രിയാത്മകത വരുന്നത് സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണ്. ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് മിയർലി ആർട്ടിസ്റ്റിക് ഓർ ജസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്. ക്രിയാത്മകത എന്ന് പറയുന്നത് കലാപരമായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ഇറ്റ് ഈസ് ദ ഗോഡ് ഗിവൻ എബിലിറ്റി ടു ബ്രിങ് സൊല്യൂഷൻസ് വേർ അതേഴ്സ് സീ ഓബ്സ്റ്റക്കിൾസ്. ക്രിയേറ്റിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരും ഒരു വലിയ തടസ്സവും പ്രശ്നവും കാണുമ്പോൾ അതിൻ്റെ മേലൊരു പരിഹാരം ഉണ്ടാക്കുവാനുള്ള, ആ പരിഹാരം കണ്ടുപിടിക്കുവാനുള്ള പ്രോബ്ലം സോൾവിങ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഒന്നാമത്തെ പോയിൻറ്റിനെ കുറിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനോട് കണക്ട് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യാനുമുള്ള ചില വചനങ്ങൾ പറയാൻ പോവുക. നമ്പർ 1, Genesis 1:1.
ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. ഉൽപ്പത്തി 1:1. എഫെസ്യ ലേഖനം 2:10 വി ആർ ഗോഡ്സ് വർക്ക്മാൻഷിപ്പ് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ഗുഡ് വർക്ക്സ്. അതിനുശേഷം എഫെസ്യ ലേഖനം 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണും. അപ്പോൾ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ എഫെസ്യ 2:10 പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്, ന്യൂ ക്രിയേഷനാക്കി മാറ്റിയിരിക്കുന്നത്. ആദ്യത്തെ ക്രിയേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, സ്പിരിറ്റിലുള്ള ന്യൂ ക്രിയേഷൻ. സാം 104:24, 104 സങ്കീർത്തനത്തിൻ്റെ 24-ാമത്തെ വചനത്തിൽ, ഇൻ വിസ്ഡം യു മേഡ് ദം ഓൾ. ജ്ഞാനത്തോടെ നീ ഇവയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ജ്ഞാനം. അപ്പോൾ അതിൻ്റെ ഒക്കെ പുറകിൽ എന്തുണ്ട്? ജ്ഞാനം വന്നിട്ടുണ്ട്. സോ ഇന്ന് ക്രിയേറ്റീവ് വിസ്ഡമാണ് നമ്മുടെ ഫോക്കസ്, അല്ലേ? ഫോക്കസ് വേർഡ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വിസ്ഡം. അപ്പോൾ ദൈവം എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ചപ്പോൾ ഈ പരിണാമവാദികളും നിരീശ്വരവാദികളും യുക്തിവാദികളും അങ്ങനെയുള്ള പല പല വാദികളൊക്കെ പറയുന്നത് പോലെ ഈ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഏതൊക്കെയോ സമയത്ത് ഇങ്ങനെ ഉളവായി വന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് ഉണ്ടായി എന്ന് പറയുന്നതിന് പകരം ശ്രദ്ധിക്കുക, ജ്ഞാനത്തോടെ വിസ്ഡം ഉപയോഗിച്ച് ഒരു വ്യക്തി ഡിസൈൻ ചെയ്ത് ഇമാജിൻ ചെയ്ത് പ്ലാൻ ഉണ്ടാക്കി സൃഷ്ടിച്ചു. ഇതിൻ്റെ പുറകിലൊരു പേർപ്പസ് ഉണ്ട്, ഒരു പ്ലാനുണ്ട്, ജ്ഞാനം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ ക്ലിയറായിട്ട് ബൈബിൾ പറയുന്നു. അതിൻ്റെ അർത്ഥം ദർ ഇസ് എ പേഴ്സൺ ബിഹൈൻഡ്, ദർ ഇസ് എ ക്രിയേറ്റർ ബിഹൈൻഡ് ദ ക്രിയേഷൻ. സോ എവറി ക്രിയേറ്റീവ് ഗിഫ്റ്റ് അൾട്ടിമേറ്റ്ലി റിഫ്ലെക്ട്സ് ദ ക്രിയേറ്റർ. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സ്രഷ്ടാവിനെ പ്രതിഫലിപ്പിക്കുന്നതാണ്. നവോത്ഥാന കാലത്തും അതുപോലെ ഭയങ്കരമായി പെയിൻറ്റിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായി വന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ. മൈക്കൽ ആഞ്ചലോ പോലെയുള്ളവർ, ലിയനാർഡോ ഡാവിഞ്ചി, റെംബ്രാൻഡ് തുടങ്ങി അവരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പെയിൻറ്റിങ്സ് പുറത്തു വന്നു, പലരുടെയും മാസ്റ്റർ പീസ് പുറത്തു വന്നു. ഇന്നും ആ പെയിൻറ്റിങ്ങിൻ്റെ ഒറിജിനലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ പല മ്യൂസിയങ്ങളിലൊക്കെ ഉണ്ട്. റഷ്യയിൽ മോസ്കോയിലൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള വലിയ പെയിൻറ്റേഴ്സിൻ്റെ ഒത്തിരി പെയിൻറ്റിങ്സ് മ്യൂസിയത്തിൽ പോയി ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ ഓരോ പെയിൻറ്റിങ്ങും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു ആ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ പുറകിലൊരു മനുഷ്യനുണ്ട്. ഈ പെയിൻറ്റിങ് അവിടെ ഇരിപ്പുണ്ടെങ്കിലും വാസ്തവത്തിൽ അതിൻ്റെ പുറകിൽ നമ്മൾ കാണുന്നത് ആരെയാണ്? അത് പെയിൻറ്റ് ചെയ്ത ആർട്ടിസ്റ്റിനെയാണ്, ആ പെയിൻറ്ററെയാണ് കാണുന്നത്. ഇതുപോലെ തന്നെ ഈ ക്രിയേറ്റിവിറ്റി എവിടെ കണ്ടാലും അതിൻ്റെ പുറകിൽ അതിൻ്റെ ധാതുവായി, അതിൻ്റെ കാരണമായി, അതിൻ്റെ ഉറവിടമായി നിൽക്കുന്നൊരു സൃഷ്ടാവുണ്ട്. ഇത് നമ്മൾ അറിയണം. നമ്പർ 2, ദ ഹോളി സ്പിരിറ്റ് ഇൻസ്പയർസ് പ്രാക്ടിക്കൽ വിസ്ഡം. പരിശുദ്ധാത്മാവാണ് പ്രായോഗിക ജ്ഞാനത്തെ ഇൻസ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് പ്രചോദനം നൽകുന്നത്. ബസലേൽ ആൻഡ് ഒഹോലിയാബ് were filled with the Spirit not only for worship but for craftsmanship. ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ മോശയ്ക്കാണല്ലോ ബ്ലൂ പ്രിൻ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് പണിയേണ്ടത് എന്നുള്ളത് കിട്ടുന്നത്. ബസലേലും ഒഹോലിയാവും അവർ രണ്ടുപേരും കർത്താവ് പ്രത്യേകമായ ആത്മാവിൽ അവരെ നിറച്ചു. പരിശുദ്ധാത്മാവ് വരുന്നത് ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് കൂടാതെ ക്രാഫ്റ്റ്മാൻഷിപ്പിന് വേണ്ടി കൂടിയ പല കാര്യങ്ങളും ക്രിയേറ്റീവായി ചെയ്തെടുക്കാൻ വേണ്ടി കൂടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുന്നത്. മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലരിലും പല രീതിയിലാണ് അവരെ പ്രയോജനപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ മേലുള്ള പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ ഡിഫറൻ്റാണ്. ഇവരുടെ മേൽ വന്നപ്പോൾ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, പല കാര്യങ്ങളും, അഥവാ അന്നത്തെ ദേവാലയമായ സമാഗമന കൂടാരത്തിൻ്റെ പല കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് അത് പണിത് ഇൻസ്റ്റാൾ ചെയ്ത്
കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 2 പേരുടെ മേൽ പരിശുദ്ധാത്മാവ്, ഒരേ പരിശുദ്ധാത്മാവാണെന്ന് ഓർക്കണം. മോശയുടെ മേലുള്ളതും അഹരോൻ്റെ മേലുള്ളതും ഹൂരിൻ്റെ മേലുള്ളതും ഗോത്രപിതാക്കന്മാരുടെ മേലുള്ളതും മിര്യാമിൻ്റെ മേലുള്ളതും ജോഷയുടെ മേലുള്ളതും ഈ പറഞ്ഞ ബസലേലിൻ്റെ ഒഹോലിയാബിൻ്റെയും മേലുള്ളതും ഒക്കെ ഒരേ പരിശുദ്ധാത്മാവാണ്. ഇവരെ ദൈവം ശക്തീകരിച്ചത്, ഗോഡ് എംപവേർഡ് ബസലേൽ ആൻഡ് ഒഹോലിയാബ് ടു ഡിസൈൻ, ടു ഇമാജിൻ, ടു ബിൽഡ്, ടു എൻഗ്രേവ്, ടു വീവ്, ടു ടീച്ച്. ഇതെല്ലാം ഇവരെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിച്ചത് രൂപകൽപ്പനകൾ ചെയ്യാൻ, ബിൽഡ് ചെയ്യാൻ, അതുകൂടാതെ കൊത്തുപണികൾ ചെയ്യാൻ, തയ്യൽ പണികൾ ചെയ്യാൻ, നെയ്ത്ത് ജോലി ചെയ്യാൻ, അതുപോലെ മറ്റുള്ളവരെ കൂടെയുള്ള പല പണിക്കാരെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാനൊക്കെ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ അവരുടെ മേൽ ജ്ഞാനത്തിൻ്റെ ആത്മാവായിട്ട് വന്നു. അതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. ഷോക്കടിച്ചോ? കേട്ടായിരുന്നു? ആത്മീയമായ കാര്യങ്ങളുടെ കാര്യത്തിൽ നമ്മെ നടത്താൻ വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. ചില കാര്യങ്ങൾ ക്രിയേറ്റീവായി ചെയ്യാനും ഈ പരിശുദ്ധാത്മാവ് വരും. അതുകൊണ്ടാണ് മോശയുടെ മേലും പല ആത്മീയ നേതൃത്വത്തിൻ്റെ മേലും അവരെ നയിക്കാനും വചനത്തിനും ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഇവരുടെ മേൽ ക്രിയേറ്റീവായി ബിൽഡ് ചെയ്യുവാനും പല കാര്യങ്ങൾ കൈകൊണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് പരിശുദ്ധാത്മാവ് വന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മീയ ശുശ്രൂഷയാകട്ടെ, അല്ലാത്ത ഇവിടെ ചെയ്യേണ്ട പല ജോലികളാകട്ടെ, എന്തിനും ഈ പരിശുദ്ധാത്മാവ് ക്രിയേറ്റീവായി നമ്മെ ഹെൽപ്പ് ചെയ്യാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവായിട്ട് നമ്മിൽ പ്രവർത്തിക്കുമെന്നാണ് ഈ പറയുന്നത്. ഐസിയ 28:26, ഏഷ്യാവിൻ്റെ 28-26, ഹിസ് ഗോഡ് ഇൻസ്ട്രക്ട്സ് ഹിം ആൻഡ് ടീച്ചസ് ഹിം ദ റൈറ്റ് വേ. ശരിയായ പാതയിലൂടെ നടക്കുവാൻ അവൻ്റെ ദൈവം അവനെ ഉപദേശിക്കുന്നു. ജെയിംസ് 1:5, യാക്കോബിൻ്റെ ലേഖനം 1:5, ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം ആസ്ക് ഗോഡ്. ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. പ്രോവർബ്സ് 8:12, സദൃശവാക്യങ്ങൾ 8:12, ഐ വിസ്ഡം ഡ്വെൽ ടുഗെദർ വിത്ത് പ്രൂഡൻസ്. ജ്ഞാനത്തെക്കുറിച്ച് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സോ ഗോഡ് ഗിവ്സ് വിസ്ഡം ഫോർ പ്രാക്ടിക്കൽ ചാലഞ്ചസ്, നോട്ട് മിയർലി സ്പിരിച്വൽ വൺസ്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പ്രായോഗികമായി സഭ, ലോകം, പലതും വഴിമുട്ടി നിൽക്കുമ്പോൾ, പരിഹാരം കാണാൻ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ക്രിയാത്മകമായി വഴികൾ പറഞ്ഞു തരികയും മാർഗനിർദ്ദേശം നൽകുകയും പല കാര്യങ്ങൾ ചെയ്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, കുഴപ്പമൊന്നുമില്ല. ലോകത്തിൽ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, ലോകത്തിൽ നടത്തിയിട്ടുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, മരുന്നുകൾ തുടങ്ങിയുള്ള പലതിൻ്റെയും ഇൻവെൻഷൻ ഒക്കെ നടന്നപ്പോൾ അതിൻ്റെ പുറകിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവവിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരായിരുന്നു ബഹുഭൂരിപക്ഷം എന്നറിയാമോ? കേട്ടില്ല. ലോകത്തിൽ നടന്നിട്ടുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, അതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ അധികം ഈ കണ്ടുപിടുത്തക്കാർ, ഇൻവെൻറ്റേഴ്സ്, അതുപോലെ പല കാര്യങ്ങളും പരിഹാരവുമായി വന്ന പലരും ഒത്തിരി ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അവരൊത്തിരി പ്രാർത്ഥിച്ച്, ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെയാണ് അവരിൽ പലർക്കും സൊല്യൂഷൻസ് കൊടുത്തത്. ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കയിൽ നടന്ന സംഭവമാണ്. ഒരു വലിയ ഇന്ന് കർത്താവ് ശക്തം ഉപയോഗിക്കുന്നൊരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ്, മാത്തമാറ്റിക്സിൽ ഡോക്ടറേറ്റ് എടുക്കുകയാണ്. ഫൈനൽ തിസീസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഒരു തരത്തിലും അദ്ദേഹത്തിന് ചില പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഹോളി സ്പിരിറ്റ് കം ആൻഡ് ഹെൽപ്പ് മീ, ഗിവ് മീ എ സൊല്യൂഷൻ. അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു വിഷൻ ഓപ്പൺ ചെയ്തു. മോസസ് വടി നീട്ടി ചെങ്കടൽ പിളർക്കുന്നു. ഇതാണ് അദ്ദേഹം വിഷനിൽ കാണുന്നത്.
എന്നിട്ടൊരു ശബ്ദം പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുക, സൺ ഡിവൈഡ് ഇറ്റ്, സൺ ഡിവൈഡ് ഇറ്റ്. ഇത് അദ്ദേഹം കേൾക്കുകയല്ല, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് അതിന് കിട്ടി, അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരം കിട്ടി എന്ന് മാത്രമല്ല ആ പേപ്പർ സബ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് മാത്തമാറ്റിക്സിൽ ഡോക്ടറേറ്റ് കിട്ടി. ആരാ പറഞ്ഞു കൊടുത്തത്? പരിശുദ്ധാത്മാവ്. ഒത്തിരി പേർക്ക് പരിശുദ്ധാത്മാവ് തന്നെ ലെസൺസ് പഠിപ്പിച്ചിട്ട് ദിനകരണങ്ങളുടെയൊക്കെ എത്രയോ സാക്ഷികൾ നമ്മൾ കേട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ചില സമയത്ത് പഠിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പല പല കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഈ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച എന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം തലേ രാത്രിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നത് അത് പരിശുദ്ധാത്മാവ് വിഷനിൽ കാണിച്ചു കൊടുക്കുകയാണ്, ദർശനത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം അത് വളരെ നന്നായിട്ട് ഒരുങ്ങുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു. ആരെ പിടിക്കും? ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയാണോ ഇത്? പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. സോ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ക്രിയേറ്റിവിറ്റിയുടെ ആത്മാവാണ്. നമ്പർ 3, ക്രിയേറ്റീവ് വിസ്ഡം ഗ്രോസ് ത്രൂ ഫെയ്ത്ത്ഫുൾ സ്റ്റുവർഡ്ഷിപ്പ്. ക്രിയാത്മക ജ്ഞാനം വളരുന്നത് വിശ്വസ്തമായ ഗൃഹവിചാരകത്വത്തിലൂടെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ മാത്രമാണ് ക്രിയേറ്റീവ് വിസ്ഡം വളരുന്നത്. So God usually multiplies the abilities we faithfully develop. ദൈവം എന്തെങ്കിലും നമുക്ക് തന്നാൽ, കഴിവ് തന്നാൽ, അതിനെ വളരെ വിശ്വസ്തമായ കഴിവുകളെ വികസിപ്പിച്ചെടുത്താൽ ആ കഴിവുകൾ വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് വരും. ഇവിടെ ബെസലേൽ ഹാഡ് നാച്ചുറൽ എബിലിറ്റി, ബട്ട് ഹി ഓൾസോ കൾട്ടിവേറ്റഡ് ഹിസ് ക്രാഫ്റ്റ്. തീർച്ചയായിട്ടും ഈ ബെസലേലിനും ഒഹോലിയാബിനും ഒരു നൈസർഗികമായ ജന്മനാ ലഭിച്ച ഒരു കഴിവ് കാണും. അതിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നത്. അപ്പോൾ ആ ക്രാഫ്റ്റ് അവർ ചെയ്യാനിരിക്കുന്ന ദേവാലയത്തിന് വേണ്ടിയുള്ള പണികളുടെ മേൽ ഒരു വലിയ ബ്ലെസ്സിങ് ആണ് വന്നത്. ഒരു ഡിവൈൻ ടച്ച് സിഗ്നേച്ചർ അതിൻ്റെ മേൽ വന്നു. ദ ഹോളി സ്പിരിറ്റ് ബ്ലെസ്സസ് ഡിസിപ്ലിൻഡ് ഹാൻഡ്സ് ആസ് വെൽ ആസ് വില്ലിംഗ് ഹാർട്ട്സ്. പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡിസിപ്ലിൻഡ് ഹാൻഡ്സ്, വളരെയധികം ട്രെയിൻ ചെയ്യുന്ന, പരിശീലിപ്പിക്കുന്ന കരങ്ങൾ. അതുപോലെ തന്നെ മനസ്സൊരുക്കമുള്ള ഹൃദയം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകുന്നതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾക്കൊരു പക്ഷേ ഒരു ടൈലറിങ് യൂണിറ്റ് ആയിരിക്കും, ഒരു തുണിക്കട ആയിരിക്കും, ടെക്സ്റ്റൈൽ ഷോറൂം ആയിരിക്കാം, ഒരു കുടിൽ വ്യവസായമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊച്ചു ബിസിനസ്സോ ഓൺലൈൻ സ്റ്റോറോ എന്തും ആയിക്കോട്ടെ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം പരിശുദ്ധാത്മാവിനോട്. ലോകത്തിൽ ആർക്കുമില്ലാത്ത ചില കോൺസെപ്റ്റുകൾ, ഐഡിയകൾ കർത്താവ് തരും. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ, മറ്റുള്ളവരിൽ മാത്രമൊന്നും ആശ്രയിക്കാതെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമോ? ഇത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിയുമ്പോൾ. ചരിത്രത്തിൽ 100 ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് അങ്ങനെയുള്ളത് കിടക്കുന്നത്. ഇനി സഭാപ്രസംഗി 10:10 സ്കിൽ വിൽ ബ്രിങ് സക്സസ്. നമ്മുടെ കഴിവുകൾ, ടാലൻറ്റ്സ്, നൈപുണ്യങ്ങൾ, സാമർഥ്യം അത് വലിയ ജയം കൊണ്ടുവരും. പ്രോവർബ്സ് 22:29 ദ സ്കിൽഡ് വിൽ സെർവ് ബിഫോർ കിങ്സ് എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്യമാണ്. അങ്ങനെ കഴിവുകൾ വികസിപ്പിക്കുന്നവർ വലിയ ആളുകളുടെ മുമ്പിൽ സെർവ് ചെയ്യും. 2 Timothy 1:6, 2 തിമോത്തിയോസ് 1:6 ഫാൻ ഇൻ ടു ഫ്ലെയിം ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം തന്നിട്ടുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. നമ്പർ 4, ക്രിയേറ്റീവ് വിസ്ഡം എക്സിസ്റ്റ് ടു ബിൽഡ് ഗോഡ്സ് കിങ്ഡം. ദൈവം നൽകുന്ന ക്രിയാത്മകമായ ജ്ഞാനം ദൈവരാജ്യത്തെ പണിയാനുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ പണിയാനുള്ളത്, ദൈവരാജ്യം പണിയാൻ വേണ്ടിയാണ് കർത്താവ് ഇതുപോലെ നൽകുന്നത്. ദ ടാബർനാക്കിൾ വാസ് നോട്ട് ബിൽറ്റ് ടു ഡിസ്പ്ലേ ഹ്യൂമൻ ടാലൻറ്റ്. ഈ ബെസലേലിൻ്റെയും ഒഹോലിയാവിൻ്റെയും കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സമാഗമന കൂടാരം പണിതത്. പകരം ഇറ്റ് വാസ് ബിൽറ്റ് ഫോർ ഗോഡ് ടു ഡ്വെൽ ഇൻ ഇറ്റ് ആൻഡ് ഫോർ ഹിസ് ഗ്ലോറി. ദൈവത്തിന് വസിക്കാൻ,
ദൈവമഹത്വം അവിടെ ഇറങ്ങാൻ അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് അവരുടെ മേൽ അത് പകർന്നത്. ഇതുപോലെ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാവിധ കൃപകളും വരങ്ങളും നമ്മൾ പുതുതായി എന്തെങ്കിലും ഭൂമിയിൽ കണ്ടെത്തിയാൽ, മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമുണ്ടായാൽ, ഈ ക്രിയേറ്റീവ് ഐഡിയാസ് മുഴുവൻ നമുക്ക് നൽകുന്നത് ദൈവമഹത്വത്തിന് വേണ്ടി ജനങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പല മിഷണറിമാരും പുതുതായി പലതും കണ്ടെത്തിയില്ലേ? മിഷണറിമാരല്ലേ പലപ്പോഴും പല ഭാഷകൾക്കും ലിപി ഉണ്ടാക്കിയത്, എഴുത്ത് ഭാഷ ഉണ്ടാക്കിയത്, നിഘണ്ടു ഉണ്ടാക്കിയത്. സോ അതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവല്ലേ? മത്തായി സുവിശേഷം 5:16 ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ് ദാറ്റ് ദേ മേ ഗ്ലോറിഫൈ യുവർ ഫാദർ ഇൻ ഹെവൻ. അങ്ങനെ നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മേൽ പ്രകാശിച്ചിട്ട് സ്വർഗത്തിലെ പിതാവിന് അത് മഹത്വം കൊണ്ടുവരട്ടെ. കൊലോസ്യ ലേഖനം 3:17 പറയുന്നത് ഡു എവറിത്തിങ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്. എല്ലാം കർത്താവായ യേശുവിനായി അവൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങളെ ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വയറിൻ്റെ അടിഭാഗത്തായിട്ട് വലിയ പെയിൻ അനുഭവിക്കുന്ന ആരെയോ കർത്താവ് ഈ തൽക്ഷണം സൗഖ്യമാക്കിയ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഭാഗത്തൊരു വലിയ തടിപ്പോ ബൾജിങ്ങോ ഒക്കെ ആയിട്ട് ഭയങ്കര എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ അനുഭവിക്കുന്ന ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒത്തിരി പേരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾക്ക് കൈനീട്ടി പിടിക്കാം. കർത്താവെ, ഇത് കാണുന്നവരെ അങ്ങ് തൊടണമേ, സൗഖ്യമാക്കണമേ. അതുപോലെ ഈ ഷോൾഡർ, കൈയുടെ ഈ ഷോൾഡർ, അതിൻ്റെ ആ സോക്കറ്റിൻ്റെ അകത്തൊക്കെ പെയിനുള്ള, കൈ ഉയർത്താനോ തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഹിപ്പ് ജോയിൻറ്റ് സൗഖ്യമാകട്ടെ. ഈ ഇടുപ്പല്ലിൻ്റെ സർജറിയൊക്കെ പറഞ്ഞിരിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. താങ്ക് യു ലോർഡ്. കർത്താവ് ഓരോരുത്തരെയും അങ്ങനെ തൊടുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഞാൻ ചുരുക്കിയാണ് പ്രാർത്ഥിച്ചത്. ചില വിഷയങ്ങൾ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൂടാതെ ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.